നമസ്കാരം. ഞാൻ ബീന, തൃശ്ശൂർ ആണ് വീട്. ഞാനേ കുറച്ച് കാര്യങ്ങൾ അങ്ങ് പറയാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? നമ്മൾ കുറേ നാളായില്ലേ ഓൺ വോയിസിലൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അതുകൊണ്ട് ഒരു ഓൺ വോയിസിലൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ വിശേഷം കൂടി പറയാലോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഒരു ഓൺ വോയിസിൽ വന്നത്. പിന്നെ എൻ്റെ മെയ് 4 മുതലേ എൻ്റെ കൗണ്ട് നോർമലിൽ പോയത്. നോർമൽ എന്ന് പറഞ്ഞാൽ 3200, 3400, 3900. പക്ഷേ ഇന്നലെ ഡോക്ടറെ കാണാൻ പോയപ്പോൾ 4600 വന്ന് നിന്നു. ഇപ്പം ഞാൻ കഴിക്കുന്ന ഗുളിക എന്ന് പറഞ്ഞാൽ 4-1 ഭാഗം മാത്രമേ ഞാൻ ഇപ്പോൾ കഴിക്കുന്നുള്ളൂ. ആകെ ഒരു ഗുളിക എനിക്ക് കഴിക്കാനുള്ളൂ. ആ ഗുളികയിൽ ഇപ്പം ഞാൻ കഴിക്കുന്നത് 4-1 ഭാഗം. അപ്പം നിങ്ങൾക്ക് ചിന്തിക്കാവുമല്ലോ ഞാൻ എന്തോരം ഗുളിക കഴിക്കുന്നുണ്ടെന്ന്. ഇപ്പം അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ഉഷാറായിട്ട് പോകുന്നു ദൈവാനുഗ്രഹത്താൽ. പിന്നെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാകണം. നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം കേട്ടാ. ഞാനിപ്പോൾ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഞാൻ അനുഭവിച്ചതോ ഞാൻ കാണുകയോ അല്ല, ഞാൻ നേരിട്ട് കാണുകയോ ഒന്നും ചെയ്ത കാര്യമല്ല. ഞാൻ യൂട്യൂബിൽ ഞാൻ ഇങ്ങനെ വെറുതെ നമ്മൾ പറയുന്നു, ഞാൻ വചനം കേൾക്കുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ വചനം കേൾക്കാനായിട്ട് ഇതായിരുന്ന സമയത്ത് ഒരു സാക്ഷ്യം ഞാൻ കേട്ടു. ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്കൊന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്നും എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ അതൊരു ശരിക്കും നമുക്ക് മനസ്സിലൊരു സ്പർശനം തന്നൊരു സാക്ഷിയാണ്. അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലും കേൾക്കാൻ താല്പര്യമില്ലാത്തവരൊക്കെ ഇങ്ങനെ തള്ളി നീക്കിയാണ് പോയാൽ മതി, അല്ലാത്തവർ കേട്ടാൽ മതി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇവരൊക്കെ. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളായിട്ട് വരും ഇവരൊക്കെ. എന്നുവെച്ചാൽ അതേപോലത്തെ വലിയ വലിയ അത്ഭുതങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കത് മനസ്സിൽ ടച്ച് ചെയ്തത്. തിരുവനന്തപുരത്തുള്ളൊരു ചേട്ടനാണ്. ആ ചേട്ടന് വയറ്റിലാണ് ക്യാൻസർ. വയറ്റിൽ ക്യാൻസറായിട്ട് ആൾ കുറേ ആശുപത്രിയിൽ കയറി ഇറങ്ങി. 5 ആശുപത്രിയിൽ കയറി ഇറങ്ങി. 5ാമത്തെ ആശുപത്രി നമ്മുടെ പോണ്ടിച്ചേരി വലിയ ക്യാൻസർ ആശുപത്രിയിൽ, അവിടേക്കാണ് പോയത്. അവിടെ ചെന്നിട്ടും അവർ പറഞ്ഞു സ്റ്റേജ് കഴിഞ്ഞു, അത് കാരണം ഇനി ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനുള്ള ഗുളിക മാത്രമേ തരാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ നിരാശയോടെ പറഞ്ഞു വിട്ടതാണ്. കേൾക്കണം, നിരാശയോടെ പറഞ്ഞു വിട്ടത്. അത് അവിടെ നിന്ന് ആ പടി ഇറങ്ങുമ്പോൾ അവരുടെ മനസ്സ് എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. നമ്മൾക്ക് ഈ ഒരു ക്യാൻസർ എന്ന പേര് കേൾക്കുമ്പോൾ പേടിയാണ്. അപ്പോൾ ഒരു ചികിത്സയും ഇല്ല എന്ന് കേൾക്കുമ്പോൾ എന്തുമാത്രം വിഷമം ആ ചേട്ടനുണ്ടായി കാണും. പക്ഷേ ഈ വിഷമങ്ങളൊക്കെ കാണാനായിട്ട് മുകളിലൊരാളുണ്ടെന്ന് എല്ലാവരും മറക്കും, ഞാനടക്കം. അതേപോലെ ഒരു വലിയൊരു അത്ഭുതമാണ് ആ ചേട്ടനവിടെ നടന്നത്. അവർ അവിടെ നിന്ന് പടി ഇറങ്ങിയപ്പോഴേക്കും ഒരു ചേച്ചി വന്ന് അവിടെ ഇരിക്കണ ചേച്ചിയാണ്. ആ ചേച്ചി വന്ന് ചോദിച്ചു എന്ന്, എന്തേ മോളെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കണേന്ന് ചോദിച്ചു എന്ന്. അപ്പോൾ ഈ ചേച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ആ ചേച്ചി പറഞ്ഞു എന്ന്, എന്തായാലും എല്ലാവരും കൈയൊഴിഞ്ഞു. നിങ്ങൾ ഈ കൃപാസനം എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവിടെ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. ഞാൻ കൃപാസനത്തെ പോയിട്ടില്ല. പിന്നെ ഞാൻ ആ കൃപാസനത്തിലെ വചനം അങ്ങനെ ഞാൻ കേൾക്കാറുമില്ല കേട്ടോ. പറയാനായിട്ട് ഞാനങ്ങനെ ആ ചേട്ടൻ്റെ സാക്ഷ്യം കേട്ടതിന് ശേഷം ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. എന്നുവെച്ചാൽ സാക്ഷ്യങ്ങൾ കുറേ ഇങ്ങനെ കേൾക്കുന്നത് കൊണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കേൾക്കുന്നുണ്ട്. അതുവരെ വേറെ അച്ഛൻ്റെ വചനങ്ങളായിരുന്നു ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഇവർ ഒന്നാമത്തെ ഹിന്ദുക്കളാണ്. അപ്പോൾ അവർ ആ പോണ്ടിച്ചേരിയിൽ നിന്ന് വന്ന് അവർ വീട്ടിൽ വന്ന് കിടന്ന്, പിന്നെ ഈ ചേട്ടന് ടെൻഷൻ കയറിയല്ലോ. അപ്പോൾ ഈ ചേട്ടൻ്റെ രോഗങ്ങൾ ഇങ്ങനെ ഛർദി, പിന്നെ വിശപ്പില്ലായ്മ, വളരെ ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വരാൻ തുടങ്ങി. എന്നുവെച്ചാൽ കൂടുതലും നമ്മുടെ അസുഖത്തിന് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ കടയെന്ന് പറഞ്ഞ് കയറി വരും. അങ്ങനെയാണ് നമ്മുടെ അസുഖത്തിൻ്റെ ഒരു രീതി. നമ്മളെ മനസ്സാണ് നമ്മുടെ അസുഖത്തിനെ നിയന്ത്രിക്കുന്നത്. അതിന് ശേഷം മരുന്നും മന്ത്രമൊക്കെ നമ്മുടെ ഒപ്പം. ആദ്യം നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. മനസ്സ് കൈവിട്ട രോഗം നമ്മുടെ പിന്നാലെ ഓടി വരും. അപ്പം ഈ ചേച്ചി പറഞ്ഞു എന്ന്, എന്തായാലും ആ ചേച്ചി പറഞ്ഞതല്ലേ നമുക്ക് കൃപാസനം വരെ പോയാലോ എന്ന് പറഞ്ഞു.
അപ്പം നമുക്ക് എവിടെയെങ്കിലും ഒരു തുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പിടിക്കുമല്ലോ, അതായിരിക്കും അവരങ്ങനെ ചിന്തിച്ചതെന്ന് തോന്നുന്നു. ആ ചേട്ടൻ അപ്പോൾ പറഞ്ഞു, എന്നാൽ ശരി നമുക്ക് വെളുപ്പിന് തന്നെ കൃപാസനത്തിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവർ തൊട്ട അടുത്തുള്ള ആ ചേട്ടൻ ഒരു ആളുടെ കാറൊക്കെ ബുക്ക് ചെയ്ത് അവർ കൃപാസനത്തിലേക്ക് പോകാൻ വേണ്ടി അവർ പോന്നു കുറേ സ്ഥലം കഴിഞ്ഞപ്പോൾ വലിക്കാട്ട സൗണ്ട് കേട്ടു. പക്ഷേ ഈ ചേട്ടൻ മയക്കത്തിലായിരുന്നു. അത്രയും നേരം ആൾക്ക് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ ഒന്നിനും പറ്റണ്ടായില്ല, ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു എന്ന് പറയണത്. ആൾ വിചാരിച്ചില്ല കൃപാസനം വരെ എത്താൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. എന്നിട്ട് ആ ഒരു പ്രശ്നങ്ങളുടെ ഇടയിൽ കൂടെ ഒന്നിങ്ങനെ ചെറുതായിട്ട് ചില സമയത്ത് നമ്മളൊന്ന് മയങ്ങിപ്പോയില്ലേ, അതേപോലെ മയങ്ങിയതായിരുന്നു. അപ്പോഴാണ് വലിയൊരു സൗണ്ട് കേട്ട വശം ആൾ ചാടി എഴുന്നിട്ടു. അപ്പോൾ അവർ ചോദിച്ചു, എന്തിട്ട് സൗണ്ട് കേട്ടേന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല ഞങ്ങളൊന്നും കേട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് പറഞ്ഞു, എന്തോ സൗണ്ട് കേട്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം മോള് പറഞ്ഞു, കർത്താവ് നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയണ സൗണ്ട് ഞാൻ കേട്ടു എന്ന് പറഞ്ഞു. ആ പെങ്കൊച്ച് കേട്ടു എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അവരത് അത്ര സീരിയസ് ആക്കിയില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചല്ലേ, അപ്പോൾ പിന്നെ അത്രയ്ക്ക് വലിയ ഇതാക്കിയില്ല. എന്നിട്ട് അവർ കൃപാസനത്തിലെത്തി അച്ഛനെ കാണാൻ വേണ്ടി നിന്നു വരിയിൽ. അച്ഛനെ കാണാൻ നിന്നിട്ടും ആൾക്ക് പറ്റണില്ല, വലിയ തീരെ ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റണില്ല. ഭക്ഷണം കഴിക്കുമ്പോഴേക്കൊക്കെ ഛർദ്ദിച്ച് പോലെ വയറ്റിലല്ലേ. അങ്ങനെ അച്ഛനെ കണ്ട് അച്ഛൻ പ്രാർത്ഥിച്ചു, തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് നെറ്റിയിൽ കുരിശിട്ട് അച്ഛൻ നേരെ ഷർട്ടിൻ്റെ അടിയിൽ പോയി അടിവയറ്റിൽ നന്നായി അമർത്തി ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, 41ാമത്തെ ദിവസം വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അപ്പോഴും ഇവർക്കൊന്നും മനസ്സിലായില്ല. ഇവർ വിചാരിച്ച് എന്താണോ ഇങ്ങനെ പറയണേന്ന് വിചാരിച്ചു. അങ്ങനെ ഇവർ പോയി 41ാമത്തെ സാക്ഷ്യം പറയണതിൻ്റെ തലേ ദിവസമായിരുന്നു ഇവർക്കൊരു സ്കാനിങ് ഉണ്ടായത്, ഈ വയറ്റിലെ സ്കാനിങ്. എന്നിട്ട് അവർ 40ാമത്തെ ദിവസം പോയി സ്കാൻ ചെയ്തപ്പോൾ ഇവരുടെ വയറ്റിൽ 2 മുഴയുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്കാൻ ചെയ്തിട്ട് ഇവർക്ക് അത് തെളിയണില്ല. എന്നിട്ട് ഈ ചേട്ടൻ വീട്ടിലേക്ക് പോയോ എന്ന് അറിയാൻ വേണ്ടി ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടൻ വീട്ടിൽ പോയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പോയി. എന്നിട്ട് എന്തെങ്കിലും കൂടെ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് 2ാമത് ആൾ സ്കാൻ ചെയ്തു. അപ്പോൾ എന്നിട്ടും വരുന്നില്ല. അപ്പോൾ ഇവർ ഈ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ്റെ വയറ്റിൽ 2 മുഴയുണ്ടായി, അതിൽ ഒരു മുഴ കാണാനും ഇല്ല, പിന്നെ 2ാമത്തെ മുഴ അത് എത്രയോ സെൻറ്റിമീറ്റർ ചുങ്ങിപ്പോയിരുന്നു. അപ്പോൾ തന്നെ ഈ ചേട്ടന് ഭയങ്കര സന്തോഷമായിന്ന് പറയണത്. ആ ചേട്ടനോട് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അത് അവരുടെ മാനസികാവസ്ഥയാണ്. നമുക്കത് ഇങ്ങനെ ഇതാക്കാനേ പറ്റുള്ളൂ. ആളപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് ഈ റിസൾട്ടൊക്കെ കൊണ്ടുവന്ന് ആൾ സാക്ഷ്യം പറഞ്ഞു. എന്നിട്ട് ഇപ്പം ഇനി ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമോ എങ്ങനെയാണെന്നറിയില്ല. പക്ഷേ ഇത്രയും വരെ ഒരു സാക്ഷ്യം പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇനി വെറും നിസാര ഗുളിക മാത്രമേ കഴിക്കുന്നുള്ളൂ ഇപ്പോൾ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനുള്ള ഗുളികയല്ലേ കഴിക്കുന്നുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ കൈ തൊട്ടപ്പോൾ അവിടെ സൗഖ്യം വന്നു. അപ്പോഴോ അതാണ് പറയണത്, നമ്മൾ ദൈവം ഇല്ല എന്നൊന്നും വിചാരിക്കരുത്, ദൈവമുണ്ട്. അപ്പം ഞാൻ തന്നെ കണ്ടില്ലേ, ഞാനും ഇത് കുറേ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് മാത്രമാട്ടോ നമ്മളിപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലുള്ളൂ. അതും ഞാൻ പറയാം. ഞാനിപ്പോൾ കൃപാസനത്തിലൊന്നല്ല, പക്ഷേ നമ്മളല്ലാണ്ട് ഇഷ്ടംപോലെ പ്രാർത്ഥനകളുണ്ട്, പലരും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ തന്നെ ഞാനും ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അത് കാരണം നന്നായി പ്രാർത്ഥിക്കുക എല്ലാവരും, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ സാക്ഷ്യം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കേൾക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.